വീണ്ടും സെക്രട്ടേറിയറ്റിൽ ഒരു പാമ്പ് കയറി. ഭക്ഷ്യവകുപ്പിന്റെ ഓഫീസിലാണ് ഇന്ന് പാമ്പ് കയറിയത്. മാസങ്ങൾക്ക് മുൻപ് ജലവിഭവ വകുപ്പിന്റെ ഓഫീസിലും പാമ്പിനെ കണ്ടിരുന്നു. കഴിഞ്ഞ 8 മാസത്തിനിടയിൽ 4ാമത്തെ തവണയാണ് സെക്രട്ടേറിയറ്റിൽ പാമ്പിനെ കാണുന്നത്. മറ്റ് ചപ്പുചവറുകൾ കൃത്യമായി നീക്കം ചെയ്യാത്ത ഒരവസ്ഥ, സ്ഥിരമായി പാമ്പ് ഇഴജന്തുക്കളൊക്കെ വന്നു കയറാവുന്ന ഭൗതിക സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ആ ഭൗതിക സാഹചര്യത്തിൽ നിന്ന് വേണം ഇവിടെ ഇരിക്കുന്ന ജീവനക്കാരൻ ജോലി ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ ജീവനക്കാരന് ജീവഭയത്തോടുകൂടി മാത്രമേ സെക്രട്ടേറിയറ്റിനകത്ത് ജോലി ചെയ്യാൻ കഴിയുന്നുള്ളൂ. ഏത് നിമിഷവും ഇഴജന്തുക്കൾ, പാമ്പുകൾ, ഇങ്ങനെയുള്ള ഉരകങ്ങളുടെയൊക്കെ ആക്രമണത്തിൽപ്പെട്ടോ അല്ലെങ്കിൽ കടിയേറ്റോ ഒക്കെ ജീവൻ തന്നെ പോകുമോ എന്നുള്ള ഭയത്തിലാണ് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുമുള്ളത്. സ്വാന്തന സാജു നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിങ് സ്വാന്തന സാജു. പാമ്പുകൾക്ക് മാളമുണ്ട്, പക്ഷേ അത് സെക്രട്ടേറിയറ്റിലെ ഭക്ഷ്യവകുപ്പിലെ ഓഫീസർ മാളമാക്കിയത് എന്തുകൊണ്ടായിരിക്കുമെന്നാണ് ഞാൻ ആലോചിച്ചു പോയത്. നേരത്തെയും പാമ്പ് കയറിയതാണ്. പരിശോധനകളൊന്നുമില്ലേ? ഈ ഫയലുകളും എല്ലാം ഇങ്ങനെ കെട്ടിക്കിടക്കുമ്പോൾ ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ട്. അതുപോലെ പാമ്പും ഒരു ജീവിതം തേടിയതാണോ അവിടെ? സുജയ, ഗുഡ് ഈവനിങ്. ഈ പറഞ്ഞതുപോലെ തന്നെ പാമ്പുകൾക്ക് മാളമുണ്ട്, പക്ഷെ ആ സെക്രട്ടേറിയറ്റിൽ ഇത് പാമ്പ് ഒരു മാളമാക്കി മാറ്റുന്നത് ഇത് ആദ്യത്തെ തവണ അല്ല എന്നാണ് ഇപ്പോൾ ആ സെക്രട്ടേറിയറ്റ് ജീവനക്കാരൻ തന്നെ പറഞ്ഞത് നമ്മൾ കേട്ടത്. ഈ കഴിഞ്ഞ 8 മാസത്തിനിടെ നോക്കുകയാണെങ്കിൽ ഇത് 4ാമത്തെ തവണയാണ് ആ സെക്രട്ടേറിയറ്റിൽ പാമ്പ് വരുന്നത് എന്നാണ് അവിടുത്തെ ജീവനക്കാർ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാവിലെ ഭക്ഷ്യവകുപ്പിന്റെ ഓഫീസിലായിരുന്നു പാമ്പിനെ കണ്ടത്. പക്ഷേ ഇതിൽ ആശ്വാസകരമായൊരു കാര്യമെന്ന് പറയുന്നത് ഇന്ന് പാമ്പിനെ പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു 6 മാസം മുമ്പ്, ഏതാണ്ട് ഒരു ഡിസംബർ മാസത്തിൽ സമാനമായ രീതിയിൽ ജലവിഭവ വകുപ്പിലും പാമ്പ് കയറിയിരുന്നു. അന്ന് ഈ പാമ്പിനെ കണ്ടു, അതിന്റെ വീഡിയോ ഒക്കെ അവിടുത്തെ ജീവനക്കാർ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പാമ്പിനെ പിടിക്കാൻ ആൾ വന്നപ്പോൾ പാമ്പ് അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. വനംവകുപ്പിൽ നിന്ന് അടക്കം ആളുകൾ വന്ന് പാമ്പിനെ പിടിക്കാനുള്ള ശ്രമമൊക്കെ തന്നെ നടത്തി. പക്ഷേ ആ പാമ്പിനെ പിന്നെ കണ്ടിട്ടേ ഇല്ല. പിന്നെ പാമ്പ് സ്വയം ഇറങ്ങിപ്പോയതായിരിക്കുമെന്ന് കരുതി അവിടുത്തെ ജീവനക്കാരൊക്കെ തന്നെ അങ്ങ് ആശ്വസിക്കുകയാണ് ചെയ്തത്. ഇന്നിപ്പോൾ എന്തായാലും പാമ്പിനെ പിടിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. രാവിലെ തന്നെ ഇത് കണ്ടു. അത് ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിൽ നിന്ന് പാമ്പ് പിടിക്കാനായി ഒരാളെ അങ്ങോട്ടേക്ക് അയച്ചു. അദ്ദേഹം വന്ന് പാമ്പിനെ എന്തായാലും അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ജീവനക്കാർ രാവിലെയൊക്കെ തന്നെ ചെറിയ രീതിയിലൊന്ന് പരിഭ്രാന്തരായിരുന്നെങ്കിലും പിന്നീട് പാമ്പിനെ മാറ്റിയത് കൊണ്ട് അവർക്ക് ആശ്വാസം തന്നെയായിരുന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ സുജയ, വലിയ രീതിയിലുള്ളൊരു പ്രശ്നം അവിടുത്തെ ജീവനക്കാരും അനുഭവിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ജീവനക്കാരൻ പറയുന്നത്. ആദ്യത്തെ പാമ്പ് 1ാമത്തെ സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നത് നേരത്തെ കയറിയ പാമ്പാണ്. മാസങ്ങൾക്കിപ്പുറം അടുത്ത സ്ഥലം താവളമാക്കി പാമ്പ് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ തമാശയായിട്ടൊക്കെ കണ്ടാലും പാമ്പ് കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിഷമുള്ള പാമ്പാണെന്നുണ്ടെങ്കിൽ കാര്യം പന്തിയല്ലാതാകുമെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഭക്ഷ്യവകുപ്പിന്റെ ഓഫീസിൽ സെക്രട്ടേറിയറ്റിനുള്ളിൽ പാമ്പ് വീണ്ടും കണ്ടെത്തിയ ഒരു സാഹചര്യമാണുള്ളത്. 1ാമത്തെ സ്ക്രീനിൽ കാണുന്നത് നേരത്തെ കണ്ടെത്തിയ പാമ്പാണെങ്കിൽ 2ാമത്തെ സ്ക്രീനിൽ ഇന്ന് കയറിയ പാമ്പാണ്.